നമസ്കാരം. മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ വിരുന്ന് ഹെലികോപ്റ്റർ വിവാദം അനാവശ്യമെന്ന് സന്തോഷ് പണ്ഡിറ്റ്. അദ്ദേഹമല്ല പ്രളയമുണ്ടാക്കുന്നത്. നാട്ടിൽ ദുരന്തം നടക്കുമ്പോൾ ലോകത്തെവിടെയും മന്ത്രിമാരാരും നിരാഹാരം കിടന്ന ചരിത്രമൊന്നുമില്ലെന്നും മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തോ ഇല്ലയോ എന്ന് മാത്രമാണ് ചിന്തിക്കേണ്ടതെന്നും സന്തോഷ് പണ്ഡിറ്റ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചൂണ്ടിക്കാട്ടുന്നു. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: പണ്ഡിറ്റിന്റെ രാഷ്ട്രീയ നിരീക്ഷണം. സംസ്ഥാനത്ത് കനത്ത മഴയും പ്രളയക്കെടുതിയും തുടരുന്നതിനിടയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പൊന്നാനിയിൽ ഒരു കുഞ്ഞു വിരുന്നിൽ പങ്കെടുത്ത് ലഘുഭക്ഷണം കഴിച്ചു. അന്നേ ദിവസം ഒരു ജ്വല്ലറി, ബേക്കറി ഉദ്ഘാടനം നടത്തി. സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ രാഷ്ട്രീയ വിവാദം കത്തുകയാണല്ലോ. എന്നാൽ ഈ വിവാദം തീർത്തും അനാവശ്യമെന്നേ ഞാൻ പറയൂ. കാരണങ്ങൾ: ഒന്ന്, മുഖ്യമന്ത്രിയാണെന്ന് കരുതി പ്രളയ സമാന സാഹചര്യത്തിൽ ലഘുവായി ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? അദ്ദേഹവും ഒരു മനുഷ്യനല്ലേ? രണ്ട്, മഴയും പ്രളയവും ഒക്കെ വരുന്നതിന് മുമ്പേ ആ ഷോപ്പ് ഇനാഗുറേഷൻസ് അദ്ദേഹം ഏറ്റെടുത്തതാകും. അങ്ങനെ ഉദ്ഘാടിക്കാനായി അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ആളുകൾക്ക് മുന്നിൽ പോയി ആ കാര്യം നിർവഹിച്ചതിൽ എന്താണ് തെറ്റ്? വാക്കുപാലിക്കണ്ടേ? മൂന്ന്, കഴിഞ്ഞ കേരള സംസ്ഥാന സർക്കാർ പ്രതിമാസം 80 ലക്ഷം രൂപ അടിസ്ഥാന വാടക നൽകിയാണ് VVIP യാത്രകൾക്കായി ഹെലികോപ്റ്റർ കരാർ എടുത്തിരിക്കുന്നത്. നിലവിലെ മുഖ്യൻ ഒരു അത്യാവശ്യ കാര്യത്തിന് ആ വിമാനം ഉപയോഗിച്ചതിൽ എന്താ ക്രിമിനൽ മിസ്റ്റേക്ക് ആണോ? ഈ 80 ലക്ഷം രൂപയ്ക്ക് പ്രതിമാസം 25 മണിക്കൂർ വരെ ഹെലികോപ്റ്റർ പറത്താം. അധിക തുക നിശ്ചിത 25 മണിക്കൂറിലും കൂടുതൽ പറക്കുന്ന ഓരോ മണിക്കൂറിനും അഡീഷണൽ തുക വേറെ നൽകണം. ഇനി ഇത് ഉപയോഗിച്ചില്ലെങ്കിലും കരാർ പ്രകാരം മാസം 25 മണിക്കൂർ പറന്നില്ലെങ്കിലും അടിസ്ഥാന വാടകയായ 80 ലക്ഷം രൂപ പൂർണ്ണമായും നൽകണം. എങ്കിൽ അത്യാവശ്യ കാര്യത്തിന് അത് ഉപയോഗിച്ചതിൽ എന്താണ് തെറ്റ്? ജനം വെള്ളത്തിലായപ്പോൾ മുഖ്യൻ വിരുന്ന സൽക്കാരത്തിലും ജ്വല്ലറി ഉടമയുടെ സൽക്കാരത്തിലും എന്ന വിമർശനം ഉടനെ അവസാനിപ്പിക്കുക. അദ്ദേഹമല്ല പ്രളയമുണ്ടാക്കുന്നത്. നാട്ടിൽ ദുരന്തം നടക്കുമ്പോൾ ലോകത്തെവിടെയും മന്ത്രിമാരാരും നിരാഹാരം കിടന്ന ചരിത്രമൊന്നുമില്ല. മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തോ ഇല്ലയോ എന്ന് മാത്രം ചിന്തിക്കുക. ബാലകൃഷ്ണൻ: കാലവർഷക്കെടുതിയിൽ അടിയന്തര യോഗം ചേർന്നതായും പ്രളയക്കെടുതി നേരിടാൻ പത്തനംതിട്ടയിൽ പ്രത്യേക സന്നാഹമൊരുക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. നാശനഷ്ടങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചു പോരെ? അല്ലാതെ മുഖ്യമന്ത്രി പ്രളയ നിവാരണം നടത്താൻ നേരിട്ട് വെള്ളത്തിലിറങ്ങി തോണി തുഴഞ്ഞ് ജനങ്ങളെ രക്ഷിക്കേണ്ട ആവശ്യമില്ല. ഓഫീസിലിരുന്ന് കാര്യങ്ങൾ മോണിറ്റർ ചെയ്താൽ മതിയാകും. അത് അദ്ദേഹം വൃത്തിക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാണ് സന്തോഷ് പണ്ഡിറ്റ് തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടി നൽകിയത്. തനിക്കെതിരെ ഹീനമായ ഒരു അപവാദ പ്രചരണമാണ് നടക്കുന്നതെന്നും ഒരു സ്ഥലത്ത് പോയി ഭക്ഷണം കഴിച്ചു എന്നതിനെ ഇത്രത്തോളം വിവാദമാക്കുന്നതിൽ എന്ത് ഔചിത്യമാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു. അന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് പൊന്നാനിയിൽ എത്തുന്നത്. ശ്രീ ഹരിദാസ് സാറിൻ്റെ വീട്ടിൽ പോയപ്പോൾ അടുത്തുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ എനിക്ക് ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. 2018-ലും 2019-ലും ദുരന്തമുണ്ടായപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമായിരുന്നു ഇരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനന്ന് ഭക്ഷണം കഴിച്ചു പോയി. ഇതിന് ഇത്ര വലിയ അപവാദ പ്രചരണം നടത്താൻ ഞാൻ എന്താണ് തെറ്റ് ചെയ്തതെന്നും മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു. ദുരന്തമുണ്ടായ ദിവസം രാവിലെ 5 മണി മുതൽ റവന്യൂ മന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും ജില്ലാ ചുമതലയുള്ള മന്ത്രിമാരെയും കളക്ടർമാരെയും MLA-മാരെയും താൻ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. നേരിട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ വരേണ്ടതില്ലെന്ന് അവർ അറിയിച്ചതിനാലാണ് യാത്ര തുടർന്നത്. വഴിയിലുടനീളം ഫോൺ വഴി രക്ഷാപ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയായിരുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി, ക്ഷമിക്കണം. ഞാൻ സൽക്കാരത്തിനല്ല പോയത്. ഇനി മുതൽ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കാമെന്ന് പരിഹാസ രൂപേണ പറഞ്ഞ മുഖ്യമന്ത്രി യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെച്ച് വാർത്തകൾ നൽകുന്ന മാധ്യമ രീതിയെയും ചോദ്യം ചെയ്തിരുന്നു.